പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ, ഉയർച്ചയുടെ, നന്മകളുടെ ഒക്കെ നമുക്ക് കടന്നു വരുവാൻ പോകുന്നതായ നന്മകളുടെ ഒക്കെ അനുഗ്രഹത്തിൻ്റെ ചവിട്ടുപടിയായിട്ട് നാം കണക്കാക്കണം. നാം ബൈബിൾ പരിശോധിക്കുമ്പോൾ ആരൊക്കെ പീഡനങ്ങൾ അനുഭവിച്ചുവോ, ആരൊക്കെ പ്രതികൂലങ്ങൾ അനുഭവിച്ചുവോ, ആരൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നു പോയോ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോയോ, പ്രയാസങ്ങളിലൂടെ കടന്നു പോയോ, അവരെല്ലാം പിന്നത്തേതിൽ അനുഗ്രഹം പ്രാപിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയുന്നതായ ഇയ്യോബിനെ നമുക്ക് നോക്കാം. ഇയ്യോബ് പ്രതിസന്ധിയിലൂടെ കടന്നുപോയി, പ്രതികൂലത്തിലൂടെ കടന്നുപോയി. അവൻ ധനാഢ്യനായി ജീവിച്ചപ്പോൾ അവനെ പിശാച് പരീക്ഷിക്കുവാനായിട്ട് ദൈവത്തോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ദൈവം പിശാചിന്റെ കരങ്ങളിലേക്ക് അവനെ ഏൽപ്പിക്കുവാനിടയായി തീർന്നു. ഇയ്യോബിന് സകലതും നഷ്ടപ്പെട്ടു. ഇയ്യോബിന്റെ വസ്തുവകകൾ, സമ്പത്ത്, മക്കൾ, ഭാര്യ എല്ലാം നഷ്ടപ്പെട്ടു. സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു. സകലതും നഷ്ടപ്പെട്ടു. ഒന്നുമില്ലാത്തവനായി മാറി. പക്ഷേ അവൻ മുറുകെ പിടിച്ച ഒന്ന് മാത്രമുണ്ട്: ദൈവസ്നേഹം, ദൈവത്തിലുള്ള വിശ്വാസം അവൻ മുറുകെ പിടിച്ചിരുന്നു. ഈ പ്രതികൂലത്തിലെല്ലാം കടന്നു പോയിട്ടും അവൻ്റെ വിശ്വാസം തകരാതെ അവൻ മുറുകെ പിടിച്ചതുകൊണ്ട് ദൈവം എന്താണ് ചെയ്തത്? അവനെ ഇരട്ടിയായി, അവന് നഷ്ടപ്പെട്ട സകലതും ഇരട്ടിയായി കൊടുക്കുവാൻ ദൈവം ഇടയാക്കി. അവന് എന്തൊക്കെ ഉണ്ടായിരുന്നോ നഷ്ടപ്പെട്ടത് സകലതും 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 ദൈവം ഇരട്ടിയായി മടക്കി കൊടുക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ അബ്രഹാമിനെ നോക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം സ്വന്തം ഭവനം വിട്ട് ഇറങ്ങുവാൻ പറഞ്ഞപ്പോൾ തൻ്റെ ദൈവം തന്നെ കൈവിടത്തില്ല എന്നുള്ള ഉറപ്പോടുകൂടി എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ ഭാര്യയെയും തൻ്റെ ജ്യേഷ്ഠൻ്റെ മകനെയും കൈപിടിച്ചുകൊണ്ട് ഇറങ്ങുവാനിടയായി തീർന്നു. അബ്രഹാം ഒത്തിരിയും അലയേണ്ടി വന്നു. ഒത്തിരിയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നുപോയി. എന്നാൽ അവസാനം എന്താണ് സംഭവിച്ചത്? ദൈവം കാണിപ്പാനിരുന്ന ആ ദേശം അബ്രഹാമിനെ കാണുവാനിടയായി തീർന്നു. ആ കനാൻ ദേശം, പാലും തേനും ഒഴുകുന്ന ആ കനാൻ ദേശം ദൈവം അബ്രഹാമിന് കൊടുക്കുവാനിടയായി തീർന്നു. അതുപോലെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ മക്കളില്ലാതെ വളരെ ഭാരപ്പെട്ടപ്പോൾ പലരും അബ്രഹാമിനെ നോക്കി നിന്ദിച്ചപ്പോൾ, പരിഹസിച്ചപ്പോൾ, പക്ഷേ അബ്രഹാം ദൈവത്തിൽ ഉറച്ചിരുന്നു. ദൈവത്തിലുള്ള വിശ്വാസത്തെ അബ്രഹാം കൈവിടാതെ ദൈവത്തിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചിരുന്നു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. അവൻ എനിക്ക് ഒരു മകനെ തരുമെങ്കിൽ ദൈവം തരും. എനിക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരിയും പോലെ സന്തതികളെ നൽകുമെന്ന് പറഞ്ഞവൻ എനിക്ക് നിശ്ചയമായും തരുമെന്നുള്ള ആ ഉറപ്പ്, ആ വിശ്വാസം അബ്രഹാമിന് ഉണ്ടായിരുന്നത് കൊണ്ട് 100 വർഷക്കാലം പ്രതികൂലത്തിലൂടെ കടന്നുപോയി. കുഞ്ഞുങ്ങളില്ലാത്ത ആ വേദനയിലൂടെ കടന്നുപോയി. പക്ഷേ ദൈവം അവന് അനുഗ്രഹിച്ച് കൊടുക്കുകയും അവൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. അതേപോലെ ഹന്നയെ നോക്കുമ്പോൾ ഹന്ന മക്കളില്ലാതെ ഭാരപ്പെട്ടു. തൻ്റെ ഹസ്ബൻഡിന് 2 ഭാര്യമാരുണ്ട്. ഹസ്ബൻഡ് നല്ലപോലെ സ്നേഹിക്കുന്നത് ഹന്നയാണ്. എന്നാൽ ഏതു നേരവും മറ്റൊരു ഭാര്യയായ ആ പെനീന ഹന്നയെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ദൈവം അവളെ സ്നേഹിച്ചിരുന്നു. അവൾ അത്രയും പ്രതികൂലത്തിലൂടെ കടന്നു പോയത് ഒരു ശമൂവേലിന് ജന്മം കൊടുക്കുവാനാണ്. ആ കഷ്ടതയിലൂടെ, ആ നിന്ദയിലൂടെ, ആ പ്രതികൂലത്തിലൂടെ, ആ പ്രതിസന്ധിയിലൂടെ, ആ പരിഹാസത്തിലൂടെയൊക്കെ അവൾ കടന്നു പോയപ്പോൾ അവൾ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം അവളെ നിന്നെ മാറ്റും, ദൈവം അവളെ അനുഗ്രഹിക്കും, ദൈവം എനിക്ക് ഒരു
സന്തതിയെ നൽകുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു പ്രവാചകന്, ലോകം അറിയപ്പെടുന്ന, ലോകം എത്ര നാൾ ഉണ്ടായിരിക്കുമോ അത്ര നാളും അറിയപ്പെടുന്നതായ ഒരു ശമൂവേലിന് ജന്മം കൊടുക്കുവാനായിട്ട് ഹന്നയ്ക്ക് സാധിച്ചു. നമുക്ക് ബൈബിൾ നോക്കുമ്പോൾ ആരൊക്കെ പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നു അവരെല്ലാം പിന്നത്തേതിൽ വലിയ നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും പ്രാപിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കഷ്ടത, പ്രതികൂലം എല്ലാം പിശാച് കൊണ്ടിടുന്ന എന്താണ്? നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ, നമ്മുടെ കർത്താവിലുള്ള വിശ്വാസത്തെ തകർക്കുവാനാണ് പിശാച് നമ്മെ പ്രതികൂല അവസ്ഥകൾ കൊണ്ടിട്ട്, നമ്മെ വേദനകൾ കൊണ്ടിട്ട്, മാനസികമായ പിരിമുറുക്കങ്ങൾ കൊണ്ടിട്ട്, നമ്മെ നിന്ന പാത്രമാക്കി, പരിഹാസ പാത്രമാക്കി ഒക്കെ മാറ്റുന്നത് നമുക്ക് കർത്താവിലുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുവാനാണ്. കാരണം പിശാചിനറിയാം ദൈവം ഓരോ വ്യക്തിയുടെ മേൽ വച്ചിരിക്കുന്നതായ അനുഗ്രഹം പ്രാപിക്കാതിരിക്കണമെങ്കിൽ അവരുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തണം. ആ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടിയാണ് പ്രതികൂലങ്ങൾ കൊണ്ടിടുന്നത്. എന്നാൽ ദൈവത്തെ ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണെങ്കിൽ അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. വിശ്വാസത്തെ കൈവിടാതെ വിശ്വാസത്തിൽ നിലനിൽക്കും. വിശ്വാസത്തിൽ ഒരു ഉറച്ചതായ ഒരു വിശ്വാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇന്ന് നിന്നെ അനുഭവിക്കുന്നെങ്കിൽ, ഇന്ന് പരിഹാസം അനുഭവിക്കുന്നെങ്കിൽ, ദൈവം എന്നോട് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. എന്നോട് പറഞ്ഞവൻ വിശ്വസ്തനാണ്, അവൻ വാക്കു മാറാത്തവനാണ്, അവൻ എന്നെ അനുഗ്രഹിക്കും, അവൻ എന്നെ കൈവിടത്തില്ല എന്നുള്ള ഉറപ്പുണ്ടായിരിക്കും. ആ വിശ്വാസം തകരാതെ നാം നോക്കുന്നതിനനുസരിച്ച് പിശാചിന് ജയിക്കുവാനായിട്ട് നാം കൊടുക്കാതെ, പിശാചിന്റെ മേൽ നാം ജയമെടുക്കുമ്പോൾ, പിശാചിന്റെ മേൽ നാം ജയമെടുത്ത് ആ വിശ്വാസത്തെ കൈവിടാതെ പിടിച്ചു നിൽക്കുമ്പോൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ദൈവം നമുക്ക് വച്ചിരിക്കുന്ന നന്മകൾ ദൈവം നമുക്ക് നൽകുവാനിടയായി തീരും. നമ്മുടെ വാഗ്ദത്തങ്ങൾ അവിടെ ചലിക്കുവാനിടയായി തീരും. നിങ്ങളുടെ മേൽ ദൈവം വച്ചിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും ചലിക്കുവാനിടയായി തീരും. പ്രതികൂലങ്ങൾ കടന്നു വരുന്നെങ്കിൽ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിശ്ചയമായും വിശ്വസിക്കണം, നിങ്ങളുടെ അനുഗ്രഹം വലുതാണ്, വലുതാണ്, വലുതാണ്. ദൈവം നിങ്ങൾക്ക് വച്ചിരിക്കുന്നത് വലിയ നന്മകളാണ് എന്നുള്ള വിശ്വാസം ഉണ്ടാകണം. പ്രതികൂലങ്ങൾ കൂടുതൽ ഉള്ളവർക്കാണ് അനുഗ്രഹം വലുത്. എന്നാൽ ചെറിയ ചെറിയ പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കും. അപ്പോൾ അവർ നമ്മെ നോക്കി, നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, നീ ഇത്രയും ആരാധിച്ചിട്ട്, നീ ഇത്രയും ദൈവത്തോട് ചേർന്നിരുന്നിട്ട്, നീ നിന്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താതെ നീ ദൈവത്തോട് എപ്പോഴും നിലവിളിക്കുകയും ദൈവമേ ദൈവമേ ദൈവം 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 എന്ന് പറഞ്ഞു നടക്കുന്നല്ലോ എന്ന് നമ്മെ നോക്കി പലരും പരിഹസിക്കും. നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, നീ ഇത്രയും പറഞ്ഞിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ, നിന്റെ ജീവിതത്തിൽ എന്ത്, നീ ഇത്രത്തോളം ദൈവത്തിൽ വിശ്വാസം പറയുന്നല്ലോ, എന്നിട്ടും നിന്റെ ജീവിതത്തിൽ എന്തെന്ന് പലരും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ചോദിച്ച വ്യക്തികൾ ആശ്ചര്യപ്പെടുമാറായിരിക്കും നിങ്ങൾക്ക് കടന്നു വരുന്ന അനുഗ്രഹം ദൈവം വച്ചിരിക്കുന്നത്. വലിയ അനുഗ്രഹമുള്ളവർക്ക് വലിയ പ്രതികൂലങ്ങളിലൂടെ, വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരും. ഇന്ന് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ അനുഭവിച്ച് നിന്ന പാത്രമായിട്ട്, പരിഹാസ പാത്രമായിട്ട്, മറ്റുള്ളവരാൽ ചവിട്ടി തേക്കപ്പെട്ട് ആയിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, കർത്താവ് നിങ്ങൾക്ക് വലിയവ വച്ചിരിക്കുന്നു, വലിയവയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഇന്ന് നിങ്ങളെ നോക്കി പരിഹസിക്കുന്നവർ, വാ പൊളിച്ചു നിൽക്കുന്ന രീതിയിൽ, അവർ ആശ്ചര്യമായി നിൽക്കുന്ന രീതിയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. അതിനാൽ നിങ്ങളെ തന്നെ ദൈവസന്നിധി താഴ്ത്തി, നാം ഒരിക്കലും വിശ്വാസം കൈവിടില്ല. എന്നെ എങ്ങനെയൊക്കെ
പിശാച് പരിഹസിച്ചാലും, എങ്ങനെയൊക്കെ പിശാച് പലരെ കൊള്ളും ചവിട്ടിത്തേച്ചാലും, എനിക്ക് വച്ചിരിക്കുന്ന നന്മ വലുതാണ്. ഞാൻ എൻ്റെ ദൈവത്തെ കൈവിടുകയില്ല, എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം ഞാൻ കൈവിടുകയില്ല എന്ന് ഉറപ്പോടെ മുന്നോട്ട് പോയാൽ നിശ്ചയമായും ദൈവത്തിൽ നിന്ന് കടന്നു വരുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ ഇടയായിത്തീരും. അതിനാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.